ഇത് ചൗക്കിബാൽ, ഇതൊരു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേഷനറി കടയായിരുന്നു എന്നുള്ളതാണ്. ഈ കടയിലെ കസേരയൊക്കെ പൊട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കട ഇപ്പോൾ അടയ്ക്കാൻ പോലും ആകാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. ഇവിടെ പേനയും പുസ്തകങ്ങളും ഒക്കെ കച്ചവടത്തിന് വെച്ചിരുന്നു. അങ്ങനെ ഒരു കടയായിരുന്നു ഇത് എന്നുള്ളതാണ്. ആ കടയിലാണ് ഈ സ്ഥിതി ഉണ്ടായത്. जी लगभग 4 बजे के बीच में 4 बजे हाँ रात के 4 बजे जो है शेलिंग स्टार्ट मतलब जो है ये गोला पड़ गया था जो इस वक्त यहाँ पे है और शेलिंग जो है वो 2 बजे लगभग स्टार्ट हो गई है। इस शेल की वजह से जो भी आसपास के दुकान है वो खस्ता हाल है। आप खुद देख सकते हो क्या हुआ है। पूरा जो दुकान है वो अंदर से भी और बाहर से भी दोनों तरह से इंटीरियर और एक्सटीरियर ख़त्म है। लगभग ये जो शेल है वो आप देख सकते हो कि कितना मतलब नुकसान हुआ है। ये एक शेल है, ये बड़ा है और छोटे छोटे शेल जो है उन्होंने सब सिस्टम जो भी था अंदर वो ख़त्म हुआ है जी। ഈ ദൃശ്യങ്ങളൊന്ന് നോക്കൂ. ഈ മനു വലർഷൻ, ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ അറിയാം. ഈ ഭാഗത്തെ ഗ്ലാസ് മുഴുവൻ പോയിട്ടുണ്ട്. ഇത് മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. ഈ ഭാഗത്ത് ഇവിടെ ഈ ചുമരാകെ തകർന്ന് ഇവിടെ ഒരു ദ്വാരം വീണു എന്നുള്ളതാണ്. അതിൻ്റെ കാഠിന്യം, ആഘാതം മനസ്സിലാക്കണമെങ്കിൽ ആപ്കാ നാം ക്യാ സാബ്? നസീർ അഹമ്മദ്. ഇദ്ദേഹമാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രീനഗറിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അത്രയ്ക്കും പേടിയോടുകൂടിയാണ് ഇവിടെയുള്ള ആളുകൾ